ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഹൈ സാലറിയോട് കൂടിയിട്ടുള്ളതും ഒരു ജോബാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇത് 2017 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം എക്സാം നടക്കുന്നത് 2022 അപ്പൊ ആ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്ന പല കാര്യങ്ങൾക്കും ഇനി മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് വയസ്സിനകത്താണ്. നമുക്കറിയാം PSC ഇപ്പൊ എല്ലാം 40 വയസ്സാക്കി ജനറൽ കാറ്റഗറി. സോ 18 മുതൽ 40 വയസ്സ് വരെ ആയിരിക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. പിന്നെ അന്ന് പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തുടങ്ങുന്നേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന ഈ എക്സാമിന്, അതായത് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ ആദ്യം ഒരു ഡിഗ്രി പ്രിലിംസോട് കൂടിയിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സാം ആവാനും സാധ്യത കൂടുതലാണ്. കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി അല്ല, MA, MSc, MCom ഓർ MSW ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. MSWന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വെൽഫെയർ, സോഷ്യോളജി, ആന്ത്രപ്പോളജി പഠിച്ചവർക്കാണ് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ട് MA, MSc, MComകാരെ ഒഴിവാക്കത്തില്ല. MA, MSc, MCom ഉള്ളവർക്കും MSW അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വെൽഫെയർ, സോഷ്യോളജി, ആന്ത്രപ്പോളജി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് പഴയ നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാലറി നോക്കിക്കേ, 65,400 രൂപ വരെ ആയിരുന്നു അന്നത്തെ സാലറി. അന്ന് 4 വേക്കൻസി. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും അറിയേണ്ട അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. PG ഉള്ളവർക്കാണ് ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ഡെവലപ്മെന്റ് ഓഫീസർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇത് ആ വർഷത്തെ, അതായത് 2022 നടന്ന എക്സാമിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു പ്രിലിംസ് ഇല്ല. 42.33 മാർക്ക് ഉള്ളവരെ എല്ലാം തന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇതാണ് മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടല്ലോ. അപ്പൊ ഇപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 2022 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു. മലയാളം അന്ന് ഉണ്ടായിരുന്നില്ല. ഫുൾ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ. ഈ PG ആയതുകൊണ്ട് തന്നെ മലയാളം മീഡിയം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇനി എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതായിരുന്നു ചോദ്യം. പ്രധാനമായിട്ടും ഏതൊക്കെ മേഖലയായിരുന്നു എന്ന് പറയാം. ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യനോളം നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നീട് സിവിൽ റൈറ്റ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫി എക്കണോമിക്സും കറണ്ട് അഫയേഴ്സും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പാർട്ട് 1ഉം ദെൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു പാർട്ട് 2ഉം ജനറൽ ഇംഗ്ലീഷും മാത്സും IT ആയിരുന്നു ആദ്യത്തെ പ്രാവശ്യത്തെ, അതായത് ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ സിലബസ് അല്ല ഇനിയും പ്രതീക്ഷിക്കുന്നത്. ചില മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ MSW പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന എക്സാംസ്, അല്ലെങ്കിൽ ഇപ്പൊ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2, അതല്ല എന്നുണ്ടെങ്കിൽ CDPയുടെ എക്സാമിന്റെ ആ സിലബസ് അതുപോലെ വരില്ല. ഈ പറഞ്ഞ പ്രൊബേഷൻ ഓഫീസറോ വെൽഫെയർ ഗ്രേഡ് 2 ഒക്കെ കൂടുതലായിട്ടും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ട് ബന്ധപ്പെട്ട ലോസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, പിന്നെ ജനറൽ ആയിട്ടുള്ള PSCയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം ആരെങ്കിലും ഒക്കെ ഈ ഒരു കാറ്റഗറി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് MA, MSc, MCom, MSW ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്തേക്കുക. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.